നമ്മളെ UPSC പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗുഡ് ഈവനിങ്. UPSC പരീക്ഷയിൽ ദശാംശവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ചെയ്യാം. അത് ഇങ്ങനെയാണ്. 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000 32/2000. ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. ബോർഡിൽ എഴുതുന്ന കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. യെസ്. കാണുന്നില്ല. ഓക്കെ. അപ്പൊ അതിന്റെ റേറ്റ് ഒന്ന് കൂട്ടേണ്ടി വരും. അപ്പോൾ നമ്മളെ ബോർഡ് കുറച്ച് ചുരുങ്ങുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴോ? ഇപ്പൊ കാണുന്നുണ്ടോ? സാറൊന്നും എഴുതിയിട്ടില്ലല്ലോ. എന്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇല്ല, ഇതില് ആഡ് ടെക്സ്റ്റ് മാത്രമേ കാണുന്നത്. 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000 എന്നുണ്ടല്ലോ. ഒന്നും കാണുന്നില്ല. എനിക്ക് മാത്രമാണോ പ്രശ്നം? മറ്റുള്ളവർ കമന്റ് ചെയ്യൂ. ഒന്നും പറയണില്ല ആരും. നമിത കാണുന്നുണ്ടോ? എനിക്ക് കാണാം, വീണയ്ക്ക് കാണാം. അപ്പോ ടെക്സ്റ്റ് അല്ല പ്രശ്നം. ഒന്ന് നോക്കൂ, ടെക്സ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ഇതിലേക്ക് നോക്കൂ. നമിതയ്ക്കും കാണാം. ഓക്കെ, കാണുന്നില്ലെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക. 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000. ഇതിനെ ദശാംശ സ്ഥാനത്തിലേക്ക് ആക്കാനാണ് പറയുന്നത്, ദശാംശ സംഖ്യയിലേക്ക് ആക്കാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നാല് ബൈ 20 നമുക്ക് ദശാംശം ആണെങ്കിൽ എന്ത് വേണം? 10, 100, 1000 ഇങ്ങനെ വരുന്നതിലെ ഛേദമാവണം. അപ്പൊ 4/20 എങ്ങനെ ചെറുതാക്കാം? ഒന്ന് വെട്ടി ചെറുതാക്കിയാൽ മതി. അപ്പൊ എങ്ങനെ വരും? 2/10. 2/10 വരും. ഓക്കെ, നമുക്ക് 2/10 പ്ലസ് പിന്നെ വരുന്ന ഏതാ? 8/200 എന്നാ വരുന്നത്. 8/200. ഇപ്പൊ 8/200 എങ്ങനെ എഴുതാം? 2/50. 2/50 എഴുതണ്ട. 10, 100, 1000 നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? 4/100. 4/100 എന്ന് എഴുതാം.
പ്ലസ് 32/2000 എന്നാണ്. അപ്പൊ അത് 1000 ആകുമ്പോ എത്ര വരും? 16/1000. I/1000. ഇനി 2/10 നമുക്ക് എങ്ങനെ ആക്കാം? 2/10 എന്ന് പറഞ്ഞാൽ 0.2 അല്ലെ 0.2. 0.2 എന്ന് വെച്ചാൽ പോരെ, നത്തിൽ സ്പേസ് കിട്ടും. 0.2 പ്ലസ് 4/100 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.04. 0.04 എന്ന് വരും. .04 അങ്ങനെ വരും. പോയിന്റ് അപ്പുറത്ത് പോവാണ്. രക്ഷയില്ല. .04 വന്നു. ഇനി 16/1000 എന്ന് എഴുതാം. പോയിന്റ് പ്ലസ് 0.016. ഓക്കെ. .016. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എങ്ങനെ വരും? നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇത് കൂട്ടുക? ഓക്കെ, ആൻസർ വന്നു കഴിഞ്ഞു. 0.25. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാനത് കൂടുതൽ പറയുന്നില്ല. ഓക്കെ അല്ലെങ്കിൽ പറയാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഓക്കെ ആണ് അല്ലെങ്കിൽ അല്ലാന്ന് പറയൂ. അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ കമന്റ് ചെയ്താൽ മതി. ഞാനത് ഓക്കെ ആൻസർ ഓക്കെ. ഇനി അത് ആകെ 3 ആളുള്ളത്, 2 ആളില് ഒരാൾ ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ നമ്മൾ ദശാംശം ഇല്ല എന്ന് കരുതിയിട്ട് അങ്ങോട്ട് കൂട്ടുക. അപ്പൊ 2 പിന്നെന്ത് വരും? ഏത് രീതിയിൽ വരും? എല്ലാം 3 സ്ഥാനാക്കണം എന്ന് മാത്രം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? പിന്നെ ഞാനത് കൂടുതൽ പറയണ്ട. 0.256. യെസ്, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കണക്കുകൾ നിങ്ങൾക്ക് കാണാം. പിന്നെ വേറെ കണക്കുള്ളത് അത് മുഴുവൻ ദശാംശം അല്ല. അതില് പിന്നെ A³ + B³ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ. പക്ഷെ അത് കംപ്ലീറ്റ് ദശാംശം അല്ല. അതിന്റെ കൂട്ടത്തിൽ വേറെ 1-2 കാര്യങ്ങൾ കൂടി കാണണം. ഏതാണത്? 10.1³ + 2.9³ / 10.1 × 10.1 2.9 × 2.9 അങ്ങനെ വരുന്നു. അത് കുറച്ചും കൂടി ഒരു വിപുലമായ കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് ഞാൻ വരുന്നില്ല. അങ്ങനെ ആകെ 2 എണ്ണമാണ് ഇതിൽ വരുന്നത്. പിന്നെ താഴെ കൊടുത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. ഇതിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സംശയം ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് ഇട്ട് തന്നതിന് പേജ് 49ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്നുള്ള ഒന്ന് വരുന്നുണ്ട്. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കണം.
അല്ലെങ്കിൽ മനസ്സിൽ കണക്കൂട്ടിയിട്ടും ചെയ്യും. അത് 4 ഓപ്ഷൻസ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ അല്ല, 4 ഓപ്ഷൻസിൽ ഏതാണ് എന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചെയ്യാം. വാട്സപ്പിൽ ഒന്ന് ഇട്ടാൽ മതി, നാളെ ഞാൻ ക്ലിയർ ചെയ്തുതരാം. ക്വസ്റ്റ്യൻ നമ്പർ 49 ഒന്ന് നോട്ട് ചെയ്തോളൂ. അത്രയാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിവിഷൻ കുറച്ച് പ്രശ്നമാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ദശാംശസംഖ്യകളിന് ഹരണം ഹരണം വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ അന്ന് നമ്മളെ ആരാ പറഞ്ഞത്, നമ്മൾ ജിതിൻ പറഞ്ഞു. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയുക, ഇല്ലെങ്കിൽ നോ എന്ന് പറയുക. ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. ഓക്കെ, കമന്റ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം. ദശാംശ സംഖ്യകളുടെ ഹരണം ബുദ്ധിമുട്ടാണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതിൽ എടുത്തു തരാം. അതല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ സമയം കളയും വേണ്ട. കമന്റ് ചെയ്യും, പെട്ടെന്ന് കമന്റ് ചെയ്യും. ബുദ്ധിമുട്ടുണ്ട് അല്ലേ? യെസ് എന്നല്ലേ പറഞ്ഞത് നിങ്ങള്? ഓക്കെ, ഹരണത്തിൽ എന്തേ ഉള്ളൂ? ഹരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ രീതിയിൽ ഹരിക്കുക, അതിനുശേഷം ദശാംശ സ്ഥാനങ്ങൾ മാറ്റിയാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം, അപ്പോഴേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടാവുള്ളൂ. പൂജ്യം പോയിന്റ് 144 ഞാനിവിടെ ബോർഡിൽ എഴുതാം. 0.144 0.144 ഹരിക്കണം 0.12 ഹരിക്കണം എന്നുള്ളതാണ് ഞാൻ ബൈ ആണ് എഴുതുന്നത്. ഹരണത്തിന്റെ ചിഹ്നത്തിൽ കിട്ടുന്നില്ല, അപ്പോൾ തൽക്കാലം ബൈ എന്ന് എഴുതി. ബൈ 0.12 0.12. നിങ്ങൾ ബൈ എന്ന് പറഞ്ഞ എഴുതിയാലും ഹരണം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. 0.12. സർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? 0.144 ഹരിക്കണം ഹരിക്കണം 0.12. ഓക്കെ, നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ആശയം ഉണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്തു. ഓക്കെ, വീണ ഓക്കെ.
ഓക്കെ. നിങ്ങൾക്ക് മൂന്നാൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനിതിൽ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല യഥാർത്ഥത്തിൽ, അല്ലേ? നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഹരിക്കേണ്ടത്. 144 12 കൊണ്ട് വെച്ചപ്പോൾ 12 എന്ന് കിട്ടി. പിന്നെ 0.144 3 സ്ഥാനമുണ്ട്. 0.12 രണ്ടുണ്ട്. അപ്പൊ 3 പിന്നെ 2 കഴിച്ചപ്പോൾ 1 കിട്ടി. ആ ഒരു സ്ഥാനം നീക്കുമ്പോൾ 1.2 എന്ന് കിട്ടി. മൂന്നാൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഇനി അതിൽ കൂടുതൽ പറയണ്ട. പിന്നെ വരുന്നത് ഏതാ? പിന്നെ വർഗവും വർഗമൂലവും എന്നുള്ളതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ 0.12ന്റെ വർഗം എത്ര എന്നാണ് വിചാരിക്കുക. 0.12ന്റെ വർഗം എത്ര? നിങ്ങൾ പറയും. 0.12ന്റെ വർഗം. ഓക്കെ. ശുഭ അല്ലേ? ശുഭ. ഓക്കെ. ശുഭയുടെ ഓപ്പോന്ന കാണുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ശുഭേണ്. ഓക്കെ ഓക്കെ. ശുഭ ഓക്കെയാണ്. മറ്റുള്ളത്? അതിലൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? 12 144 ആദ്യം എഴുതുക. ഓക്കെ. എന്നിട്ട് 0.12 എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. 0.12 2 സ്ഥാനം ഉണ്ട്. അപ്പോൾ വർഗത്തിൽ 4 സ്ഥാനം വേണം. 4 സ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആകെ 3 ഉള്ളൂ. അപ്പോൾ അവിടെ 0 കൂടി ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു പോയിന്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. പിന്നെ അതേപോലെ വർഗ്ഗമൂലമാണെങ്കിൽ എന്ത് ചെയ്യണം? പകുതി എടുക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ 0.0144ന്റെ വർഗ്ഗമൂലം 144ന്റെ പകുതി 144ന്റെ റൂട്ട് 12. 12 പിന്നെ ഇവിടെ 4 അപ്പൊ 2 സ്ഥാനം നീ ഇത്രേ ആവശ്യമുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെയാണ്. ഓക്കെ. അപ്പൊ അതൊന്നും നമ്മളെ വലിയൊരു വിഷയങ്ങളല്ല. അപ്പൊ ഹരണവും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ കണക്കുകളാണ് ചെയ്യാനുള്ളത്. ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മൾ അന്ന് കുറച്ച് കണക്കുകൾ ചെയ്തിരുന്നു. ഇല്ല, ഫസ്റ്റ് ഡേയിൽ വല്ലതും ചെയ്തു എനിക്ക് ഓർമ്മയിലില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം എന്താണ്? 0.3 ഇൻറ്റു 0.3 പ്ലസ് 0.01 ഇൻറ്റു 0.01 ബൈ 0.901. ഞാനൊന്ന് എഴുതി നോക്കാം. ഇവിടെ 0.3 ഇൻറ്റു 0.3 പ്ലസ്
0.1 ഇൻറ്റു 0.1 ബൈ 0.901. ആൻസർ കിട്ടിയതിനെ കമന്റ് ചെയ്യാം. കിട്ടുന്നില്ലെങ്കിൽ നോ എന്ന് പറയാം, അപ്പൊ ഞാൻ ചെയ്തു തരാം. കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ ഇതിനെന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 0.3 ഇൻറ്റു 0.3 ആകുമ്പോൾ 0.09 എന്ന് വരും. 0.09 എന്ന് വരും. പ്ലസ് 0.1 ഇൻറ്റു 0.1 എന്ത് വരും? എത്ര വരും? 0.01 എന്ന് വരും. ഈ 0.09 0.01 കൂടി കൂട്ടി എത്ര വരും?
0.1 എന്ന് വരും അല്ലേ? 0.110 അല്ലെങ്കിൽ 1 എന്ന് വരച്ചു. 0.1 അതിനെ 0.903 കൊണ്ട് ഹരിച്ചാൽ കൃത്യമായ ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ, ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. അങ്ങനത്തെ തൽക്കാലം അവിടെ തന്നെ കിടക്കട്ടെ. ഹരിക്കണം 0.901. അതുവരെയുള്ളത് ഓക്കെ ആണല്ലോ. 1. അപ്പൊ 1നെ 901 കൊണ്ട് ഹരിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് അവിടെ കിടക്കട്ടെ. ഇനി ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാലോ? ഇവിടെ 0.01 ഇൻറ്റു 0.01 ആണെങ്കിലോ? അങ്ങനെയാണെങ്കിലോ എന്താ സംഭവിക്കുക? പൂജ്യം പോയിന്റ് 0.1 ഇൻറ്റു 0.1 ബൈ 0.1 ഇങ്ങനെ ഇതാണെന്നെങ്കിലോ? അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി, ശരിയാണ്. ആ കണക്കിൽ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. 1നെ 901 കൊണ്ട് ഹരിച്ചിട്ടൊക്കെ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇതാണെങ്കിൽ എങ്ങനെയാ വരിക? നമുക്ക് നോക്കാം. 0.03 ഇൻറ്റു 0.3 ഇൻറ്റു 0.09 നേരത്തെ പോലെ തന്നെ 0.01 ഇൻറ്റു 0.01 എങ്ങനെ വരും? 0.0000 3 പൂജ്യം വരും, പിന്നെ 1 വരും. അത് കണക്കൂട്ടുമ്പോ എത്ര വരും? ബൈ ഇവിടെ 901 കൊണ്ടുള്ള ഒരു ഹരണം വരും. പൂജ്യം 0.901. ഇനി 0.09 പ്ലസ് 0.0001 ആക്കിയാലോ? അത് നമ്മൾ എന്താ ചെയ്യല്? അങ്ങനെ ചെയ്യുമ്പോൾ സാധനങ്ങൾ ഒരുപോലെ ആക്കണം. അപ്പൊ ഈ 0.9 കഴിഞ്ഞിട്ട് ഇവിടെ 4 സാധനം അല്ലെ? 1 2 3 4. ഇവിടെ 2 ഉള്ളു. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ 2 0 ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ വന്ന് 0.0900 പ്ലസ് 0.0001 എന്ന് വന്നു. അപ്പൊ എങ്ങനെ വന്നു? 900 ഒന്നും ചേർത്താല് 901 എന്ന് വരും. അപ്പൊ എങ്ങനെയാ അതിൽ വരിക? സമം 0.0 വരെ വരും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. 0.0 എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് രണ്ടോടത്ത് 2 പൂജ്യം ഉണ്ടാവുകൊണ്ട് ഒരു മാറ്റം വരില്ല. പിന്നെ 9 ഇപ്പുറത്തെ 0 ചേർത്താൽ 9 എന്ന് വരും. പിന്നെ 0 ചേർത്താൽ 0 എന്ന് വരും. പിന്നെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? 1 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.0901 ബൈ 0.901 എന്ന്. അപ്പൊ 901നെ 901 കൊണ്ട് ഹരിച്ചാൽ എത്ര വരിക? തൊള്ളായിരത്തി 901 കൊണ്ട് ഹരിച്ച ഒരു അംശമല്ല. നമ്മൾ പിന്നെ ദശാംശം ഒന്നും ഇല്ല എന്ന് കരുതിയിട്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ എന്ത് കിട്ടും? 1 എന്ന ആൻസർ. 1 എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 1 ആൻസർ. ഇനി എന്താ കുഴപ്പമെന്താ? അംശത്തിൽ 1 2 3 4 ഉണ്ട്. ഛേദത്തിലോ
ഛേദത്തിൽ 3 എണ്ണേ ഉള്ളൂ. അപ്പൊ 4 ന്ന് 3 കുറച്ചാൽ 1. അപ്പോൾ ഒരു സ്ഥാനം നീക്കണം. ഒരു സ്ഥാനം നീക്കുമ്പോൾ എന്ത് വന്നു? 0.1 അല്ലെങ്കിൽ 0.1 എന്നാണ് ആൻസർ കിട്ടുക. 1 അല്ല 0.1 അല്ലെങ്കിൽ പിന്നെ 0.1. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. അപ്പൊ നമ്മളേക്കുള്ള പ്രശ്നം എവിടെയൊക്കെയുള്ളൂ? നമുക്ക് ഹരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദശാംശ സ്ഥാനങ്ങൾ മാറ്റാനുള്ള പ്രശ്നമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും അതിലില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇത് ഹരണത്തിൽ അവസാനിപ്പിക്കാം അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു അടുത്ത കണക്കിലേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. ഇത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയാം. കമന്റ് ചെയ്യൂ, എന്തായാലും കമന്റ് ചെയ്യൂ. യെസ് ഓർ നോ കമന്റ് ചെയ്തോളൂ. നമുക്ക് അടുത്തേക്ക് പോകാലോ. മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറയാം, മനസ്സിലായിട്ടില്ലെങ്കിൽ നോ എന്ന് പറയാം. പെട്ടെന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ബോഡോമസ് നോക്കണ്ടേന്നാണ്. ഇവിടെ ബോഡോമസിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഫസ്റ്റ് ഹരിക്കണ്ടേ? അടുത്തത് ഫസ്റ്റ് ഹരിക്കണ്ടേ പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങൾ പിന്നെ അത് തുറന്ന് സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ, കുഴപ്പമില്ല. ഇവിടെ ബോർഡ് മാസ് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ബോർഡ് മാസ് വേണമെങ്കിൽ നോക്കിക്കോളൂ. ബോർഡ് മാസ് നോക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്താണ് ബോർഡ് മാസ്? ഒന്ന് ബ്രാക്കറ്റാണ്, അത് വന്നിട്ടില്ല ഇവിടെ. പിന്നെ ഓഫാണ്, നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുന്നതാണ്. പിന്നെ വരുന്നത് എന്താണ്? പിന്നെ ബോർഡ് മാസ് ആണ്, ഡിവിഷൻ ആണ്. ഡിവിഷൻ എവിടെ ഡിവിഷൻ വരേണ്ടത്? അംശത്തിലുള്ളത് ആദ്യം ചെയ്യണം, ഛേദത്തിലുള്ളത് ആദ്യം ചെയ്യണം, എന്നിട്ടേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഡിവിഷൻ കഴിയില്ല. കാരണം നമുക്ക് അംശത്തിലുള്ളത് മുഴുവൻ ചെയ്യണം, ഛേദത്തിലുള്ള മുഴുവൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം ഒരു ഇതിലേക്ക് വരണം. പിന്നെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ. ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തത് 0.3 × 0.3. ആ മൾട്ടിപ്ലൈ ചെയ്തു. 0.01 × 0.01 മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടും കൂടി ആഡ് ചെയ്തു. എന്ന് വെച്ചാൽ അംശത്തിലെ മുഴുവൻ ക്രിയകളും ചെയ്തതിന് ശേഷമേ അടുത്തേക്ക് പോകാവൂ, അല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അത് ചെയ്തു, പിന്നെ ആഡ് ചെയ്തു. അംശത്തിലെ കംപ്ലീറ്റ് ചെയ്തു, ഛേദത്തിലെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവിടെ ഡിവിഷൻ വരുന്നുണ്ട്. ആ ഡിവിഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് 0.1 കിട്ടിയത്. ബോർഡ് മാസ് നോക്കണം, പക്ഷെ ഇവിടെ ബോർഡ് മാസിന്റെ വലിയൊരു പ്രശ്നം വരുന്നില്ല. കാരണം ഒരു കാര്യം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, ഗുണനം ആദ്യം ചെയ്യണം. കാരണം ചില ആൾക്കാർ ഇപ്പോൾ 0.3 + 0.1 പ്ലസ് അവിടെ വരുന്നുണ്ട്. അതാണ് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യരുത്, അത് ആൻസർ ശരിയാവില്ല. അൺമ്യൂട്ട് ആകുന്നില്ല. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ മ്യൂട്ട് ചെയ്താൽ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ആരുടെയും ഇതും മ്യൂട്ട് ചെയ്തിട്ടില്ല, അപ്പൊ അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി പ്രോബ്ലം വേണമെങ്കിൽ അടുത്തൊരു ആവശ്യപ്പെട്ട പ്രോബ്ലം വേണമെന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു പ്രോബ്ലം ചെയ്തു. ഒരു പ്രോബ്ലം ചെയ്യാം. .3 × 0.04 divided by 1.2.
ഒന്ന് ചെയ്ത് നോക്കൂ. 1 എത്ര സാറേ? 1.2 1.2 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു 0.04 ബൈ 1.2. ഓക്കെ, ഓക്കെ. ഞാനൊന്ന് ചെയ്തു തരാം. നിങ്ങൾ അതുപോലെ തന്നെയാണ് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു. നമുക്കറിയാം ഇത് എന്താ സംഭവം, 3 4 12 ഇവിടെ താഴെ 12 തന്നെയാണ് ദശാംശം ലിങ്ക്. അപ്പോൾ 1 എന്നുള്ള ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, 1 എന്നുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ പ്രശ്നം? ഇനി പ്രശ്നം മുകളിൽ 3 സ്ഥാനമുണ്ട്, താഴെ 1 ഉള്ളൂ. അപ്പൊ എത്ര വരും? 3 1 കുറച്ചാൽ 2 സ്ഥാനം നീക്കണം. അവിടെ 1. ഇനി എന്ത് വേണം? 1 നീക്കിയാൽ 1 കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഒരു സ്ഥാനം കൂടി വേണം. ഒരു സ്ഥാനം കൂടി വേണമെങ്കിൽ എന്ത് വേണം? 0 ഇടണം. അപ്പൊ എന്ത് കിട്ടി? 0.01 എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ. അത് ഹരിക്കാനുള്ളതാണ് ഹരിക്കുക, പിന്നെ സ്ഥാനം നീക്കിയാൽ മതി. എത്ര ആവശ്യം വരും? ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തതൊരു പ്രോബ്ലം. ഇത് ഓക്കെ ആണെങ്കിൽ അടുത്തേക്ക് പോവാണ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി വരുന്നത് ഒരു ദശാംശത്തിന്റെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കാനാണ്. അപ്പോ ഒന്ന് നോക്കാമോ? 0.49 4 0.4 4.9 ഇതിന്റെ ഒരു ഭിന്നസംഖ്യാ രൂപം എഴുതാനാണ്. ഇതിൽ 4 റിപ്പീറ്റ് ചെയ്യല്ല, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? അതെ,
അതിന്റെ ഒരു ഭിന്നസംഖ്യ രൂപം എഴുതൽ എങ്ങനെയാ? അത് റിപ്പീറ്റ് ചെയ്യണത് ബൈ 9 അങ്ങനെ എന്തോ ആണ്. എവിടെ ഒരു കേട്ട് മറന്നു. നോക്കാം, ആയിക്കോട്ടെ, ബാക്കിയുള്ളവർ ചെയ്തു. ആ ഓക്കെ, അറിയില്ല. ഓക്കെ, ഇങ്ങനെ വരുമ്പോ നമുക്ക് അറിയില്ല എന്നുള്ള ഇത് കിട്ടിയോണ്ട് ഞാൻ നേരിട്ട് പോവുകയാണ്. ഇങ്ങനെ വരുമ്പോ നമുക്കറിയാം എന്താണ് ഇതിനെ രണ്ട് അക്കങ്ങളാണ് മാറി മാറി വരുന്നത്, 4 9 4 9 4 9. അപ്പൊ തീർച്ചയായിട്ടും അതിന് 100-മായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അതാണ് ആദ്യം മനസ്സിലായത്. ഒരു സത് മാറി മാറി വരികയാണെങ്കിൽ അത് 10-മായിട്ട് എന്തോ ബന്ധമുണ്ട്. 2 വരികയാണെങ്കിൽ 100-മായിട്ട്, 3 വരികയാണെങ്കിലോ 1000-മായിട്ടാ ബന്ധം. അപ്പൊ ഉദാഹരണം 0.491 491 491 എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ 1000-ആയിട്ടാണ് ഘടിപ്പിക്കേണ്ടത്. അപ്പോ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 0.494949 100 കൊണ്ട് ഗുണിച്ചാൽ എന്താണ് സംഭവിക്കുക? ഒന്നുമില്ല, 49.4949 എന്ന് വരും. 49 പോയിന്റ് 100 ആകുമ്പോൾ 2 സ്ഥാനം അങ്ങോട്ട് പോകും. അപ്പൊ 49.494949. അതിൽ നിന്ന്, അതായത് 100 ഇതാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 49.494949 എന്ന് വരും. അതിൽ നിന്ന് ഇത് കുറച്ചാൽ എന്ത് വരും? നമുക്ക് ആൻസർ 49 എന്ന് വരും. അതായത് ഇതിനെ എക്സ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എക്സ് ആയിട്ട് എടുക്കുക. 0.494949 എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ 100x എത്ര വരിക? അങ്ങനെ എടുക്കുക. ഇതിന് എക്സ് ആണ്, 100x. 100x എത്ര വരും? 100x സമം എത്ര വരും? 49.4949 നമുക്ക് വേണമെങ്കിൽ ഇനി ഇന്നൊരു 49 വെക്കല, ഇഷ്ടം പോലെ 49 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോ ഇത് എക്സ് ആണ്, ആദ്യത്തെ എക്സ് ആണ്. ആദ്യത്തെ എക്സ് കൊടുത്തു, ഇത് 100x കൊടുത്തു. ഈ 100x മറ്റേ എക്സ് കുറച്ചാൽ എത്ര കിട്ടുക? നമുക്ക് 99x എന്ന് കിട്ടും. 100x 1x കുറച്ചാൽ 99x എന്ന് കിട്ടും. 99x എന്ന് പറഞ്ഞാൽ എത്രയാ? അതാണ് ഈ 49. 99x സമം 49. അപ്പൊ x സമം എത്രയായി? 49/99. x സമം
എക്സ് സമം 49/99. 49/99. അതായത് ഇങ്ങനെ വരുന്ന സംഖ്യയിലെ ആദ്യം പിന്നെ എത്ര അക്കങ്ങൾ ഇങ്ങനെ മാറി വരുന്നുണ്ട് നോക്കുക. അപ്പൊ 10, പിന്നെ 1 10 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 നമുക്ക് എന്ത് ചെയ്താൽ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ 0.1111 എന്നറിയാം വിചാരിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാകും അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ മതി. കാരണം ആ ഒരക്കേ വരുന്നു. ആ പിന്നെ 10 എക്സ് പിന്നെ 1x കുറച്ചാൽ 9x വരും എന്ന് പറഞ്ഞാൽ ഛേദം അവിടെ 9 മാറും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് 0.111 നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ ഇനിയിപ്പോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി PSC ക്വസ്റ്റ്യൻ ഇതിലും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്, അവിടെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്താ കാര്യം? 0.111 എന്നായിരുന്നു വിചാരിക്കാം. ഇങ്ങനെ പോവായിരുന്നു വിചാരിക്കുക. അപ്പൊ നമുക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ഗുണിച്ചാൽ 1.111 എന്ന് വരും. ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പിന്നെ 9 ആവും. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് എന്താ ആൻസർ കിട്ടും, നമുക്കിതില് ഓട്ടോമാറ്റിക് നമുക്ക് ആൻസർ കിട്ടുന്ന എന്താ 1/9 എന്ന് എഴുതിയാൽ മതി. ആവശ്യം ഇത് 1/9. അപ്പൊ ഇനി നിങ്ങൾ ക്രിയ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. 0.111 അല്ലെങ്കിൽ 0.222 അല്ലെങ്കിൽ 0.33 അങ്ങനെയാണ് വിചാരിക്കുക. അങ്ങനെയാണ് 0.333 ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് 3/9 എന്ന് എഴുതും. ഓക്കെ. ഇനി 2 വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 99, ഛേദം 99 ആവും. അത്രേ ഉള്ളൂ. ഇപ്പൊ 0.55 0.55 വേണ്ട, 55 ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അത് 56 0.56 എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 56/99 എന്ന് എഴുതിയാൽ മതി. വേറെ ഒന്നും ആവശ്യമില്ല. ഇനി 0.3 അക്കം വന്നാലോ, 498 498 498 അതിൻ്റെ ഒരു ആൻസർ എഴുതും പെട്ടെന്ന്. 0.498 498 498 അതിൻ്റെ ആൻസർ പെട്ടെന്ന് എഴുതും. ഓക്കെ. പിന്നെ ശുഭ ഓക്കെ. ഓക്കെ, നാം ഇതും കൂടി ആൻസർ ചെയ്ത് ഓക്കെ. മനസ്സിലായി വീണ. ഓക്കെ. നമിത കൂടി ഒന്ന് കമന്റ് ചെയ്താൽ നമുക്കിത് അവിടെ അവസാനിപ്പിക്കും. മനസ്സിലായെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം നമിതയ്ക്ക്. ഓക്കെ നമിത, ഓക്കെ. അപ്പൊ അതൊരു ഐഡിയ കിട്ടി നിങ്ങൾക്ക്. ഇനി അതിൽ സംശയം ഉണ്ടാവരുത്. ഇനിയിപ്പോ 4 അക്കം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 10,000 ആവില്ല. എത്ര വരിക, 9,999 എന്നാണ് എഴുതിയാൽ മതി. ഛേദം ഈസിയാണ് കേട്ടോ, അതിനെക്കുറിച്ച് ബേജാറാവണം. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ചോദ്യം എഴുതിക്കോളൂ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതിത്തരാം. ചോദ്യം ഇതാണ്: 0.2222 0.222
0. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് ആയിരിക്കും. 0.2222 പ്ലസ് 0.4444 അതിനെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കുക. അത് വീണ അത് ചെറുതായിട്ട് ഒന്നുകൂടി ചെറിയ മാറ്റം വരുത്തുക. അത്രയൊന്നും ആവശ്യമില്ല. ഇതിനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. അതിനൊന്നുകൂടി വെട്ടി ചെറുതാക്കാം. അങ്ങനെ ഇപ്പൊ എഴുതിയാൽ തെറ്റൊന്നുമില്ല. അതിനൊന്നുകൂടി വെട്ടി ചെറുതാക്കി ചെറിയ രൂപത്തിലേക്ക് ആക്കാം. അത് അത്ര അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ ആൻസർ കിട്ടും. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. കറക്റ്റ് ആൻസറിലേക്ക് എത്തിയില്ല, കുഴപ്പമില്ല, നോക്കാം. ഓക്കെ. ശുഭ അതിനൊന്നുകൂടി ചെറുതാക്കും. ഒന്നുകൂടി ഒന്ന് ലഘൂകരിക്കുക, വെട്ടി ചെറുതാക്കാം. അപ്പൊ ആൻസറിലേക്ക്. ഓക്കെ, ഇവിടെ ആൻസർ ഓക്കെ. ബാക്കിയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. വീണ ഒന്നുകൂടി ചെറിയൊരു മാറ്റം വരുത്താണ്ട്. നമിത ആൻസർ കിട്ടിയോ? ഓക്കെ, നമിതയ്ക്ക് ഓക്കെ. വീണയുടെ മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. അത് സാറില്ല, ഇവിടെ ശ്രദ്ധിക്കുക. 0.2222 എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്താണ്? 2/9 ആണ്. കാരണം ഒരു അക്കം തന്നെ അങ്ങനെ മാറി മാറി വരികയാണ്. അപ്പൊ അതുകൊണ്ട് 1000ക്ക് 2000ലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. 10 കൊണ്ട് 10 മതി. 10നെ ബേസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും അതിന്റെ ഛേദം. ഒരേ അക്കം തന്നെ പിന്നെ ആവർത്തിച്ചു വരുന്നത്. വേറൊരു അക്കത്തിലില്ല. 0.222222 എന്നാണ് പോകാൻ. അപ്പൊ തീർച്ചയായിട്ടും അത് 2/9 എന്ന് വരും. മറ്റത് 0.4444 എന്നുള്ളത് എന്താണ്? എന്താണ് അത് വരിക? അത് 4/9 എന്നും വരും. 4/9. 2/9 4/9 കൂട്ടിയാലൊക്കെ നമുക്ക് ആൻസർ കിട്ടുക. അത് 6/9. കാരണം ഛേദങ്ങൾ തുല്യമാണ്. അപ്പൊ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ 6/9. 6/9 അതിനെ ചെറുതാക്കിയാൽ 2/3 എന്ന ആൻസർ വരും. ആൻസർ 2/3. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരക്കമാണോ, രണ്ടക്കമാണോ, മൂന്നക്കമാണോ മാറി മാറി വരുന്നത് നോക്കണം. ഒരക്കാണെങ്കിൽ ഛേദം 9 ആയിട്ട് വരും. രണ്ടക്കം ആണെങ്കിൽ ഛേദം 99 ആവും. മൂന്നക്കമാണെങ്കിൽ 999 ആവും. ആ രീതിയിൽ ഛേദം എടുക്കുക. മറ്റേ അംശം ഓക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ദശാംശ സംഖ്യയായിട്ട് ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത അധ്യായം ഏതാണെന്ന് നോക്കിയിട്ട് അതാവും നാളെ എടുക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. അങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക. അല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം.
വീണ ഓക്കെ എന്ന് പറഞ്ഞു. അടുത്തത് ഓക്കെ. നമിത ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തൽക്കാലം ഇത് അവസാനിപ്പിക്കുകയാണ്. നാളെ ദശാംശമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നാളെ ഇന്നോ നാളെയായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം. അതിനനുസരിച്ച് ക്ലാസ്സുകൾ വയ്ക്കും. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത അധ്യായം അടുത്ത പോർഷൻ ഏതാണെന്ന് നോക്കിയിട്ട് അതായിരിക്കും നാളെ എടുക്കുക. ഓക്കെ, തൽക്കാലം നിർത്തുക. താങ്ക് യു.